ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബിസിനസ് ക്ലാസ്സിൽ കയറിയേക്കാണ്. ബിസിനസ് ക്ലാസ്സിൽ കയറിയാത്തന്നെ നോക്കിയാൽ നല്ല സെറ്റ് ടി വി, ലെഗ് സ്പേസ് ഉണ്ടാകും, നല്ല ലെഗ് സ്പേസ്. നോക്കിയ ബാഗൊക്കെ എടുക്കുക, ഇതെല്ലാം വെച്ചിട്ട് ഇത് നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഗൈസ്. പിന്നെ നോക്കിയേ, ഇവിടെ ഈ ടേബിൾ ഉണ്ടാവും, ഇതിൻ്റെ താഴെയാണ് നമ്മളുടെ ഈ റിമോട്ടും സാധനങ്ങൾ. പിന്നെ ഇവൻ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പൗച്ചറും, ഈ പൗച്ചിൻ്റെ ഉള്ളിലാണ് ഈ സോക്സും സാധനങ്ങളൊക്കെ ഇട്ടേക്കണേ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഉള്ളിലുണ്ടാവാം. ഓക്കെ ഗൈസ്, അപ്പോൾ വലിയൊരു പ്രശ്നം വന്നു ഗൈസ്. എന്താണോ ഇത് തുറക്കാൻ ഇവരില്ലേ ഇങ്ങനത്തെ ഒരു ലോക്ക് വെച്ച്, അതാണ് എനിക്ക് തുറക്കാനില്ല. പിന്നെ നമുക്ക് സീറ്റ് ബാക്കിലൊക്കെ ആക്കുന്നെങ്കിൽ ഇങ്ങനെ ഇത് എനിക്ക് എന്താണെന്നറിയില്ല, ഓക്കെ, സത്യമായിട്ടും എനിക്കറിയില്ല. പിന്നെ നമ്മത് കയറി വന്നതിന് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു വെള്ളം കുപ്പി, പിന്നെ ഇങ്ങനെ റിമോട്ടും ചാനലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓവറോൾ ഈ ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട്, എനിക്കറിയില്ല. ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നോട് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലാണ് ലൈറ്റ് ഉള്ളത്. അപ്പോൾ തന്നെ മാംഗോ ജ്യൂസ് എത്തിയേക്കാണ്. അപ്പോൾ ഓവറോൾ നമുക്കിത് വർത്ത് ഇറ്റ്. നമുക്കിത് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതൊരു 10 കൊടുക്കണം ഗൈസ്. ഇത് ടു ഗുഡാ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ സാധനം ഇരിക്കുന്നു. സാധനം എടുക്കാണ്ട് മാംഗോ ജ്യൂസ് ഇരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് ക്ലാസ് വെരി നൈസ്. നമുക്ക് ഈ ക്രീമും ഒക്കെ സാധനങ്ങളുണ്ട്, നൈസാണ്. നമുക്ക് ഈ മെനു കാർഡ് ഉണ്ട്, മെനു നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ അവിടെ നമുക്ക് ഈ ആപ്പിൾ ജ്യൂസ് അടിപൊളി ആപ്പിൾ ജ്യൂസ്, നമുക്ക് സാധാ ആപ്പിൾ ജ്യൂസ് തന്നെ, പക്ഷേ അത് നമുക്ക് തലാനുണ്ട്. പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിൽ ഈ വെള്ളം ഉണ്ടായി, പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞാൽ നമുക്കിനി അവിടെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് നോക്കാം. ബാക്കി വാപ്പും ഉമ്മൊക്കെ ഇവിടെ ബാക്കിൽ നിൽക്കണമെന്നില്ല. ഇവിടെ സാധനം ഇവിടെ ഉണ്ടോ വെച്ചിട്ടുണ്ടായി, പക്ഷേ നമുക്ക് നോക്കണ്ട. സ്ക്രീൻ തന്നെ നോക്ക്, വലിയ സ്ക്രീനാണ്, ഭയങ്കര സീൻ. നമുക്ക് അവിടെ മെനു ഫുഡൊക്കെ കയറ്റി നമുക്ക് നോക്കാം, നമുക്ക് റേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൽ പിന്നെ അത് ഒരു തലാണുണ്ട്, ഒരെണ്ണല്ല 2 എണ്ണമുണ്ട്. പിന്നെ നല്ലൊരു സോഫ്റ്റ് പുതപ്പ്. ഓവറോൾ ഇത് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 10 കൊടുക്കണം ഗൈസ്, കാരണം ഏറ്റവും ഗുഡായി, എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. പിന്നെ നോക്കി സീറ്റ് ബെൽറ്റിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ അഷറാക്കാൻ. പിന്നെ ഒരു സെറ്റ് മാംഗോ ജ്യൂസ്. ഇനി നിങ്ങളും ബിസിനസ് ക്ലാസ്സിൽ അങ്ങോട്ട് വാ, ആൻഡ് നിങ്ങൾ റിവ്യൂ കോമെൻറ്റ്സിലിടാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഞാനിവിടെ ഈ മുട്ടായി അയച്ചുകൊണ്ടൊക്കെയാണ്. നമുക്ക് ഈ വിൻഡോ സീറ്റായിട്ട് ചാൽ കിട്ടിയ അങ്ങനത്തെ ഒരു സീറ്റ്. പിന്നെ ഈ ബിസിനസ് ക്ലാസ്സിൽ വേറെ കുറേ സാധനമുണ്ട്, അല്ല ഞാൻ ഇപ്പം കാണിച്ചു തരാം. ലോഞ്ച് അതേവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ അതോടെ സ്റ്റേറ്റ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ സ്ക്രീൻ ഉണ്ടാവും. ഈ സ്ക്രീനോട് നമുക്ക് ബാക്കും ഫ്രണ്ടും നീക്കാൻ പറ്റും. അപ്പോൾ സോ നൈസ്, നമുക്ക് ബാക്കിലേക്ക് നീക്കാം, ഫ്രണ്ടിലേക്ക് നീക്കാം. ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാ, ബാക്കിലേക്ക് നീങ്ങും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കാലൊക്കെ നിർത്തി ഇങ്ങനെ കളിക്കാം. ഫുള്ള് സെറ്റ് മക്കളെ, എല്ലാവരും ട്രൈ ചെയ്യണം. സീറ്റിൽ ഇവിടെ ബോക്സും എല്ലാവരും ഉണ്ട്, ഇവർക്ക് എത്താത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ മെനു ഉണ്ട്, നമുക്ക് മെനു കാർഡ് അത്രക്കും നേരം തുറക്കാൻ നോക്കിയിട്ട് അവസാനം തുറന്ന് ഞാൻ ഫസ്റ്റ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഉണ്ടാവാൻ പോണേ എന്താണ് നമുക്കില്ല. ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുള്ളത് വന്നത് ഈ സാധനമാണ്. ഇതിനുള്ളിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ളത് സ്പ്രേ ബോട്ടിൽ വേറെ എന്താ നോക്കട്ടെ. പിന്നെ ഈ സാധനം തുറന്നു. ഓ ഗൈസ്, ഇതൊരു സ്പ്രേ ആണ്. ഇതാണ് അപ്പം ഫിലോസ്കോസ്
നാച്ചുറൽ സ്പ്രേ. ഓ, സ്പ്രേ കുപ്പി കിട്ടി. അപ്പം നമുക്കിനി ബാക്കിയുള്ള എന്താണെന്ന് നോക്കാം. നമുക്ക് ഏറെയായിട്ടുള്ളത് ഇത് ടവല്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾക്കിട്ട സോക്സ്, ബ്ലാക്ക് കളർ സ്കൂളിൽ ക്യാഷിലാണ്. പിന്നെ ഇതെന്തുവാ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതെന്തുവാ നിങ്ങൾക്ക് വായിക്കാതില്ല, വേറെ ഏതോ ലാംഗ്വേജാണ്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഓരോ ക്രീമാണ്. അത്രയും തന്നെ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ട് താഴ്ത്തണം. പിന്നെ ലാസ്റ്റ് ആയിട്ട് എക്സ്ക്ലൂസീവ് ഓൺ ബോർഡ് QR കോഡ്. അതുവരെ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. പിന്നെ നമ്മുടെ മെനു നോക്കാം. ഇവിടെ മെനുവിൽ ഇപ്പം എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ മെനുവിന് കുറേ സംഭവങ്ങളുണ്ട്. ഒക്കെ വായിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് എന്താണോ, ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് ആ സ്റ്റാർട്ടർ വയ്ക്കുമ്പോൾ ഞാൻ ഹമ്മൂസും ബേബ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അവിടേക്ക് ഞാൻ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അത് നമ്മൾ എൻ്റെ ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. ഈ സാധനം നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടെന്നാൽ ഈ വന്ന് പ്രസ് ചെയ്താൽ നമ്മൾ ഒന്നും ആവില്ല. പക്ഷേ നമ്മൾ ഈ കാലിൻ്റെ ഭാഗമില്ലേ, ഈ കാലിൻ്റെ ഫ്രണ്ടിലേക്കാക്കിയാൽ താഴെ നിന്ന് ഒരു സാധനം ഒന്ന് കാലിൻ്റെ അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് അങ്ങനെ ഇരിക്കാം, സോഫയിൽ ഇരിക്കണ പോലെ. പിന്നെ ഈ തിരിച്ച് മാറ്റണമെങ്കിൽ നമ്മൾ ഇതെങ്ങനെ പ്രസ് ചെയ്താൽ കാലിൻ്റെ തിരിച്ച് മാറ്റാം. പിന്നെ ഇത് വെച്ചാൽ ഇത് പ്രസ് ചെയ്തുകൊണ്ടെന്നാൽ ഈ ബാക്കിൽ പോകും, ഇത് പ്രസ് ചെയ്തുകൊണ്ടെന്നാൽ ഇത് ഫ്രണ്ടിൽ പോകും. പക്ഷെ ഇത് പ്രസ് ചെയ്താൽ ഈ തിരിച്ച് സ്ട്രെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സെറ്റ് സാധനം. അത് ഞാനിവിടെ പോകുമ്പോൾ സിനിമ കാണരുത്. പിന്നെ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺസ്. നല്ല വലിയ സാധനം, എൻ്റെ തലയ്ക്ക് പറ്റിയതല്ല. പിന്നെ അതുവരെ സ്റ്റേ ട്യൂൺ. ഫുഡ് എത്താറായി. അത് കുറച്ച് നട്ട്സും കൊണ്ടുവന്നു. പിന്നെ കുറേ നട്ട്സിൻ്റെ അടിപൊളി നട്ട്സ്, സൂപ്പർ നട്ട്സും. കുറച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ കോഴ്സ് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മളുടെ ഫുഡ് എത്തിയിട്ടില്ല. പക്ഷെ ഇതിവിടെ ഒരു ബട്ടറും ഇവിടെ ഇങ്ങനെ വെച്ചേക്കുണ്ട്. പിന്നെ ഒരു സ്പൂൺ. പിന്നെ നോക്കിയേ നല്ല സെറ്റപ്പാക്കി. ഇതെന്താ നല്ല ചൂടുള്ള സാധനം. നമുക്ക് തിന്ന് നോക്കാം. നല്ല ടേസ്റ്റ്. സോഡ അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം. പിന്നെ അതെ ഫാൻ്റെ ഗ്ലാസ്സിൽ ഇവർ നമ്മളോട് ചോദിക്കും ഐസ് വേണോ, ഐസ് വേണ്ട. ഞാൻ ഐസ് വേണ്ട പറഞ്ഞിട്ടാണ്. പിന്നെ സെറ്റപ്പ് ഡെക്കറേഷൻ, റിയൽ ഫയറല്ല ഫേക്ക് ഫയറാ, സ്റ്റിൽ ഗുഡ്. പിന്നെ ഒരു സെറ്റപ്പിലുള്ള കപ്പ്. അതുവരെ ഇതൊരു പെപ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് എത്തുന്ന വരെ വെയിറ്റ് ചെയ്യാണ് ഞാൻ. അതുവരെ സ്റ്റേറ്റ് നമ്മുടെ ആ ഒരു ഫുഡൊക്കെ കൊണ്ടുപോകാൻ പോകുന്നത്. അവരുടെയൊക്കെ വെച്ചു ഇതേപോലെ മാച്ചിൻ്റെ ടൈം. പിന്നെ മട്ടേൻ്റെ ഗ്ലാസ്. അപ്പോൾ റെഡുണ്ടോണ്ട് ഇടക്കൊണ്ടുണ്ട് ഇടണോ നമ്മൾ നാപ്കിന്. അപ്പോൾ ഇനി ഞാൻ സെലക്ടാക്കി ചിക്കൻ മച്ചപ്പൂസ ഇടാൻ പോകുന്നു. സാധനം അവിടെ ഉണ്ട്. സാധനം സെലക്ടാക്കി അവിടെ സാധനം പറയുന്നുണ്ട്. സാധനം സൈഡിൽ നിങ്ങളുള്ള സാധനം സൈഡിൽ കണ്ടോ. അപ്പോൾ സാധനം വരെ രണ്ട് സാധനം. അപ്പോൾ നമ്മുടെ ചോറ് എത്തി. ഞാൻ അപ്പം കഴിച്ചു നോക്കാൻ പോകുമ്പോൾ
അടിപൊളി കഴിക്കും. അടിപൊളി ചിക്കൻ സൂപ്പർ സാധനം. ഞാനൊരു 9/10 റേറ്റാണ്. അടിപൊളി സാധനം. ആരെങ്കിലും ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ ഈ മജ്ബൂസ് ഓർഡർ ചെയ്യണം. സൂപ്പർ സാധനം, അടിപൊളി. നമ്മുടെ ഫുഡ് നല്ല ജ്യൂസി സ്റ്റേക്ക്, പിന്നെ ചോറ്, പിന്നെ കുറച്ച് വെജീസ് ഒക്കെ പറഞ്ഞാൽ തന്നെ ഗൈസ് ഈ ജ്യൂസിൻ്റെ സാധനം നോക്കിയേ. ഓ ജ്യൂസി എന്ന് വെച്ചാൽ അത്രക്കും ജ്യൂസാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഇത് 10 എന്നല്ലേ ഗൈസ്. നിങ്ങളിനി ഞാൻ പറയണത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങനെ വന്ന് നോക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക്. അത്രക്കും പൊളിയാണ്. ചോറ്, ജ്യൂസസ് ആണ്. ചോറ് നല്ല ഇതന്നെ നിങ്ങളോട് പറയുന്നത്. ഇതൊരു മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ, അത്ര മസ്റ്റ്. നിങ്ങൾ ഓൾറെഡി പോയതാണെങ്കിൽ കോമൻസിൽ റിവ്യൂ ഇടാം. ഇവരുടെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഞാൻ പറയാം. അതല്ല സ്റ്റേറ്റ് ഇവിടെ മൂവി കാണാൻ മൂവി കേട്ടോ. ഇവിടെ സ്നാക്സ്, ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ് ക്ലാസ്സിലുണ്ടായിട്ട് ഇങ്ങനെ എടുക്കുക. വലിയൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്നാക്സും പിന്നെ കിറ്റ്കാറ്റൊക്കെ അത് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കിറ്റ്കാറ്റും അതൊക്കെ. ബാക്കി നമുക്ക് നോക്കാം. കഴിച്ചതിന് അപ്പം തന്നെ നമുക്കിത് ഫ്രീ സ്നാക്സ് നമുക്ക് ലോഞ്ചിങ് അങ്ങോട്ട് ചെയ്യാം. നമുക്ക് ഈ സ്നാക്സ് കാരണം ഞാൻ കുറച്ചതിന് ഇന്നോട് ഉണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ കുറച്ച് കിറ്റ്കാറ്റൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായി. അവിടെയൊക്കെ അടിപൊളി. പിന്നെ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. അവർ ഈ സ്നാക്സൊക്കെ തന്നിട്ടുണ്ടായി. ഈ സ്നാക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. മട്ടേൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ സാധനം അതെനിക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമായില്ല. നമുക്കിനി ഈ യൂട്യൂബ് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി നിൽക്കാം. അവരാ ഈ ടൗണൊക്കെ തന്നെ നമ്മുടെ മുഖം കഴിക്കുന്ന വൈപ്പ് കാണാനായിട്ട് നമ്മൾ ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടി നല്ല നൈസായി. പിന്നെ കെണ്ടുണ്ടായാലും നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്യാനോ കിട്ടുകയായി. സാനി എവിടെ പോയിട്ടുണ്ട്. സാനി അവിടെ ബാത്റൂമിൽ പോയി രണ്ടുകൊണ്ട് അധികം സ്നാക്സ് എടുക്കാൻ പോയിട്ടുണ്ടാവും. അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ അടിപൊളി. ഗ്രേപ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് കുഴപ്പമില്ല, ഒക്കെ അടിപൊളിയാ. ശരിയാണ്. ഓക്കെ, അപ്പം അടുത്ത ഫുഡൊക്കെ ആവുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക. സിനിമ തൊട്ട് റൊമാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ നോക്കാൻ ചെറിയ ചോക്ലേറ്റ് ആണ്. അതിൽ ഞാൻ ഇവളെ ചൂസ് ചെയ്തേ. എനിക്കറിയില്ല ഇവള് എന്താ റിപ്രസെൻ്റ് ചെയ്യണം. അതിന് കാർഡ് പക്ഷെ ഞാൻ വായിക്കാനൊന്നും നിന്നില്ല. കാരണം അവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ. ഞാനിനി ഒരു ടൈം മൊത്തം വേസ്റ്റ് ആക്കണ്, ബാക്കിയുള്ളവർക്കും കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് അതാരണം ഞാൻ നേരെ അങ്ങോട്ട് ഞാൻ അടുത്തത് ഈ പിങ്ക് ഫ്ലെയറാണ്. അപ്പം എനിക്കിത് ഇഷ്ടമായ നിങ്ങളും പിങ്ക് എടുക്കണം. ഓക്കെ, ഇവിടെ ഒരുപാട് ഡിസൈൻ ഉണ്ട്. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. സോഡ ഇതിൻ്റെ പുറത്ത് ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റ്, ഉള്ളിലെന്നൊരു സാധനമുണ്ട്. ആ സാധനം ഡാർക്ക് ചോക്ലേറ്റ് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ എന്തോ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും നോർമൽ ചോക്ലേറ്റും ഇഷ്ടമുണ്ട് എനിക്ക്. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമില്ല. കാരണം ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർ പിങ്ക് കൊണ്ട് എടുത്താൽ മതി. ഓക്കെ,
It's so good. Hi guys, what my turn and I. അങ്ങനെ ടേസ്റ്റിന് പറയാൻ ആൾക്കാർക്ക് പിന്നെ ടേസ്റ്റിന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാന്നുണ്ടോ? സാധനത്തെ മറ്റേ ഡാർക്ക് ചോക്ലേറ്റാണ്. ഞാൻ ലൈറ്റ് ചോക്ലേറ്റ് അല്ല. എനിക്ക് ലൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ ഇഷ്ടമായില്ല. പക്ഷെ കിറ്റ്കാറ്റൊക്കെ അടിപൊളി സാധനം. കിറ്റ്കാറ്റൊക്കെ അവിടെ ബിസിനസ് ക്ലാസ്സിലുണ്ട്. അവിടെ അവിടെ ഒക്കെ ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്തോ. നല്ല ഓർമ്മയുള്ള ടൈപ്പ് ഇതേതോ ഞാൻ പറയാം. ഞാൻ ഇപ്പോഴത്തെ ഓർഡർ ആക്കിയില്ലേ, കുറേ സ്വീറ്റ്സുകൾ ഓർഡർ ആക്കിയത്. നല്ല ഹാസിൽ നട്ട് നോക്കി അതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സിലേക്ക് ഇട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഡാനസി റോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഇത് പക്ഷേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. കാരണം വാപ്പന്നെ വെള്ളി വിളിച്ച് ഞാൻ ഉറങ്ങുന്നു. കാരണം ട്രൈ ചെയ്യും മാക്സിമം ഉറങ്ങാണ്ടിരിക്കാൻ. ഹായ് ഗൈസ്, അപ്പം ഇപ്പോൾ ഭയങ്കര ടയർഡായി. സിനിമ കണ്ടു കഴിഞ്ഞു. സിനിമക്ക് നല്ല സിനിമ. ഇനി നല്ല അടിപൊളി പൊടുപ്പ്, നല്ല കമ്പി പൊടുപ്പ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കിടക്കും, റിലാക്സ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് ഇരിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഡെന്നിസി റോൾ വന്ന് പിന്നെ അവൾ കഴിച്ചോ. നല്ല പുള്ളി ടേസ്റ്റ്. ഉള്ളിലിത് ഈ ചോക്ലേറ്റ് ചൂടുള്ളതോ തണുത്തെന്തോ കട്ടിയുള്ള സാധനം. സോ ഡാൻസ് സോ ബിസിനസ് ക്ലാസ്സിൽ കയറാണെങ്കിൽ ഇതാണ് മസ്റ്റ് ട്രൈ ഗൈസ്. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. You just gotta do it for the team. Just gotta do it for the XCZS team, my man. Hi guys, അപ്പോൾ ഞാൻ അടുത്ത മൂവി സ്റ്റാർട്ടാക്കി. ആംഗ്രി ബേർഡ്സിൻ്റെ മൂവിയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി കണ്ടിട്ട് ഞാനിപ്പോൾ ഞാൻ കയറാനില്ലേ എനിക്കൊന്നും നിങ്ങൾ വിൻഡോസ് തോന്നാം. കാരണം അതാണെങ്കിൽ ഒരു നല്ല വ്യൂ ഉണ്ട്. അവിടെ ക്ലൗഡ്സ് സ്കൈ ഡാൻസ്. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. എൻ്റെ 16 more minutes ഉണ്ട്. നമ്മുടെ സീക്രട്ടിലെത്താണ് എനിക്ക്. അപ്പോൾ ഈ 16 more minutes നമ്മളവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിരിക്കും. കസാലൊക്കെ നേരാക്കി എൻ്റെ എക്സ്പീരിയൻസ് അറിയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ബിസിനസ് ക്ലാസ് നല്ല രസമാണ്. ചോക്ലേറ്റ് ആയിരുന്നു, എല്ലാം സ്നാക്സ് ഉണ്ടായി, ഫുഡ് ഉണ്ടായി. മെനുവിൽ കുറേ ഐറ്റം ഉണ്ടായി. ചിലത് എനിക്ക് കഴിക്കാൻ പറ്റില്ല. കുറേ ഐറ്റങ്ങളുണ്ടായി. അപ്പുറത്ത് സാധനം എടുത്തിട്ടുണ്ടായി. സാധനം കുറേ ഐറ്റം കഴിച്ചിട്ടുണ്ടായി. അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് എയർപോർട്ടിലെത്തി. വെറുതെ എയർപോർട്ടുണ്ടായി. നല്ല ഡിസൈൻ നല്ല എയർപോർട്ടാണ്. നമ്മളിപ്പോഴേ അവർക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വന്നിട്ടില്ല.